നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയിൽ വന്നാലും പാടികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയിൽ വന്നാലും അഗ്നിസമന്മതിശോഭിതനാശിഹാവിൻ മണവാളൻ അവനോട് ചേരും കന്യകയെ. ഈ മകൻ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു. ഭാവിയിൽ ഉയർന്ന പ്രമോഷനൊക്കെ കിട്ടി ഉന്നത സ്ഥാനത്ത് ഈ മകൻ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം നമ്മുടെ സഭയുടെ ഒരഭിമാനമാണ് ഈ മകൻ ഉന്നത സ്ഥാനങ്ങളിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മകൾ ഡെൻ്റൽ സർജനായി വർക്ക് ചെയ്യുന്നു. ഈ രണ്ട് മക്കളുടെയും ശുശ്രൂഷ നടത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ഞാൻ അറിയിക്കുന്നു. ഈ ഇടവകയുടെ മുൻ വികാരി വന്യ ബാബു കോറപ്പിസ്കോപ്പ അച്ഛന്, അതുപോലെ ഇടവകയുടെ വികാരി ഡോക്ടർ ദിബു സോളമൻ അച്ഛൻ, അതുപോലെ സഹോദര സഭയിൽ നിന്നെത്തിയിട്ടുള്ള രണ്ട് വൈദിക സഹോദരങ്ങൾ, ഈ മണവാളിൻ്റെയും മണവാട്ടിയുടെയും പേരൻസ്, സ്നേഹിതർ, സഹോദരങ്ങൾ, ഇടവക്കാർ, അങ്ങനെ പല വിധത്തിലായി പരിശുദ്ധ ദേവാലയത്തിലെത്തിയിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ ബലഹീനായ ഞാൻ സ്നേഹവന്ദനം അറിയിക്കും. നമ്മുടെ സഭയുടെ ആരാധനാ പാരമ്പര്യം അനുസരിച്ച് വിവാഹത്തിന് രണ്ട് ഭാഗമാണുള്ളത്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് ദ ബിട്രോത്തൽ സെറിമണി, മോതിര വാഴ്വിൻ്റെ ശുശ്രൂഷ. അതാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. വീട്ടിൽ വെച്ച് നിങ്ങൾ ഈ വിവാഹം പറഞ്ഞെത്തും. ഇറ്റ് ഈസ് എ വേൾഡ്ലി അഗ്രിമെൻറ്റ്. എനി വേൾഡ്ലി അഗ്രിമെൻറ്റ് ഈസ് പ്രോൺ ടു ചേഞ്ച് അറ്റ് എനി മോമെൻറ്റ്. മാറ്റത്തിന് വിധേയമായി നിങ്ങളെടുത്ത ഈ വിവാഹ തീരുമാനം ഇപ്പോൾ മാറ്റത്തിന് അതീതമായ ഒരു ദൈവനിശ്ചയമായി മാറിയിരിക്കുന്നു. Now it becomes the will of God. ദൈവത്തിൻ്റെ നിശ്ചയമായി ഈ വിവാഹം മാറും. അതിൻ്റെ പ്രത്യക്ഷ പ്രതീകമായിട്ടാണ് യേശുവിൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്നുകൊണ്ട്, സഭയുടെ വക്താവായി നിന്നുകൊണ്ട്, എൻ്റെ കൈകൾ കൊണ്ട് മോതിരങ്ങൾ വാഴ്ത്തി, എൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഈ മക്കളെ മോതിരം അണിയിച്ചിരിക്കുന്നു. ത്രൂ മൈ വീക്ക് ഹാൻഡ്സ് ജീസസ് ഹാൻഡ്സ് ആർ എക്സ്റ്റെൻഡഡ് ടുവേർഡ്സ് യു and the wedding rings are being given. ഈ ബോധ്യം മക്കളെ എന്നും നിങ്ങൾക്കുണ്ടാവണം. യേശുവാണ് ഞങ്ങളെ മോതിരം അണിയിച്ച് ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചത്. ആ ബോധ്യം എന്നാളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. മാത്രവുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി സീൽ ചെയ്തു. Once the Holy Spirit seals the marriage, nobody is able to break it. പരിശുദ്ധാത്മാവ് സീൽ ചെയ്ത് ഉറപ്പിച്ചു, ഇനി ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. Until and unless your physical death, the matrimonial sacramental bondage never terminates. കൗദാശികമായി ബന്ധം ഇനി മരണം മൂലം മാത്രമേ അത് അഴിഞ്ഞു പോകുകയുള്ളൂ. So I take this opportunity to declare that your matrimonial sacramental bondage never terminates. ഇതാണ് മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ എന്നുള്ളത്. ഇനി നടക്കാൻ പോകുന്നത് രണ്ടാമത്തെ ശുശ്രൂഷ, the second part, that is the crowning ceremony, കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷ. ഇപ്പോഴും നിങ്ങൾ ഭാര്യയും ഭർത്താവൊന്നും ആയിട്ടില്ല കേട്ടോ. സ്റ്റിൽ നൗ യുവർ പൊസിഷൻ ഇൻ ദി ചർച്ച് ഈസ് ബ്രദർ സിസ്റ്റർ.
ബ്രദർ സിസ്റ്റർ എന്ന സ്ഥാനത്ത് നിന്ന് യു ആർ ബീങ് എലിവേറ്റഡ് ആസ് എ ക്രിസ്ത്യൻ റെസ്പോൺസിബിൾ ക്രിസ്ത്യൻ വിറ്റ്നസിംഗ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ക്രൈസ്തവ സാക്ഷ്യമുള്ള ഉത്തമനായ ഭർത്താവും ഭാര്യയുമായി നിങ്ങളെ ഈ ശുശ്രൂഷയിലൂടെ ഉയർത്തുകയാണ്. രാജാവും രാജ്ഞിയും നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിലെ ഭർത്താവും ഭാര്യയും മാത്രവുമല്ല, നിങ്ങൾ ദ പ്രീസ്റ്റ് ആൻഡ് ദ പ്രീസ്റ്റസ്, നിങ്ങളുടെ വീട്ടിലെ പുരോഹിതനും പുരോഹിതയുമായി. സാധാരണ പറയും ഞങ്ങളൊക്കെ പള്ളിയിൽ അച്ഛന്മാർ, ഞങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കും, കൂദാശകളൊക്കെ ചെയ്യും, ഞങ്ങളുടെ ജോലി അതാണ്. അവർ അസൈൻമെൻറ്റ് ഈസ് ദാറ്റ്. ബട്ട് യുവർ അസൈൻമെൻറ്റ് ഈസ് പ്രേ ഇൻ ഹോം. വീട്ടിലെ അച്ഛന്മാരാണ് നിങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് പ്രീസ്റ്റ് ആൻഡ് പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി. അത് ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം. എന്തോ പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന്, ഫ്രം ടു circumstances we are being assembled together as one unit. രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഞങ്ങളെ ഒന്നാക്കി തീർക്കുകയാണ്. ഈ ഒന്നാക്കുന്ന ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. യേശുവിൻ്റെ സ്നേഹത്തിൽ യു ആർ ബീങ് വെൽഡഡ് ടുഗദർ ആസ് വൺ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത് എവരി ക്രിസ്ത്യൻ മാരേജ് ഈസ് എ വെൽഡിങ് ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ വെൽഡിങ് ആണ് ഇവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നാകാൻ നിങ്ങൾ ആയിത്തീരണം. ഇന്നു മുതൽ എല്ലാ തലങ്ങളിലും നിങ്ങൾ ഒന്നാകണം. ദാറ്റ് ഫീലിംഗ് ഓഫ് വൺനെസ് ഷുഡ് സസ്റ്റെയിൻ ഇൻ എവറി വോക്ക് ഓഫ് യുവർ ലൈഫ്. അത് സംസാരത്തിലായാലും പ്രവർത്തനങ്ങളിലായാലും ചിന്തയിലായാലും ബന്ധങ്ങളിലായാലും, ഈവൻ ഇൻ ദ കേസ് ഓഫ് പേഴ്സ് ഓൾസോ. പണത്തിൻ്റെ കാര്യത്തിൽ ഇന്നു മുതൽ ഒന്നാണ്. മോനെ, ഇന്നു മുതൽ അവൾ അറിയാതെ ഒരു ബാങ്ക് കണക്ഷനും പിന്നെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ രഹസ്യങ്ങൾ സൂക്ഷിക്കാം, കുഴപ്പമില്ല കേട്ടോ. യു ക്യാൻ കീപ് ദി കോൺഫിഡൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് ദ മിലിറ്ററി. അതർ മറ്റ് ബന്ധങ്ങളോ മറ്റൊരു ബാങ്ക് കണക്ഷനോ വേലകളോ ഒന്നും പാടില്ല, അവൾ അറിയാതെ. മോളെ, നിനക്കും അതുപോലെ ഇന്ന് മുതൽ അവനറിയാതെ മകനറിയാതെ ഒരു ബാങ്ക് കണക്ഷനോ ബന്ധങ്ങളോ ഒന്നും പാടില്ല. അത് വന്നാൽ പോയി. രണ്ടുപേരും പ്രാർത്ഥിക്കുമ്പോൾ കൈകളൊന്ന് പിടിച്ചുകൊണ്ട് പറയണം. എന്താ പറയേണ്ടത്? വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മന്ത്രമായി മാറണം. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. രണ്ടാമത് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് നിങ്ങൾ ഒന്നാകുന്നത്. സ്നേഹം പല വിധത്തിലുണ്ട്. There are different sorts of love. The worldly love and the divine love. ലൗകിക സ്നേഹം എന്ന് പറയുന്നത് എന്താ? എപ്പോഴും ചിന്തിക്കും വാട്ട് ഐ ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. എനിക്ക് എന്നാ കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ദാറ്റ് ഈസ് വേൾഡ്ലി ലവ്. എനിക്ക് എന്നാ കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചാൽ ദാറ്റ് ഈസ് ഡിവൈൻ ലവ്. എടുക്കുന്ന സ്നേഹമല്ല, കൊടുക്കുന്ന സ്നേഹമാണ് ദൈവീക സ്നേഹം കേട്ടോ. യേശുക്രിസ്തു അതാ ചെയ്തത്. ഓൺ ദ ക്രോസ്, until the last drop of his blood, Jesus Christ donated to the church the bride. സഭയാകുന്ന മണവാട്ടി പൂർണ്ണമായി മണവാളന് സമർപ്പിക്കും. ഈ നിസ്വാർത്ഥ നിഷ്കാമ സമർപ്പിത സ്നേഹം, ഇതിന് ഗ്രീക്കിൽ അഗാപ്പെ ലവ് എന്നാണ് പറയുന്നത്. നിസ്വാർത്ഥ നിഷ്കാമ സമർപ്പിത സ്നേഹം. ഈ സ്നേഹം നിങ്ങളിലുണ്ടെങ്കിൽ you can address any sort of challenges that may occur in your life. അതുകൊണ്ട് ഈ സമർപ്പിത സ്നേഹം എടുക്കുന്ന സ്നേഹമല്ല, പിന്നെ കൊടുക്കുന്ന സ്നേഹം.
ഈ സ്നേഹം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് സാഹചര്യം, സുഖമാവട്ടെ ദുഃഖമാവട്ടെ ഉത്തരവാദിത്വങ്ങളാവട്ടെ, വാട്ട് എവർ മേ ബി ദ ലൈഫ് സിറ്റുവേഷൻസ്, യു ക്യാൻ സ്റ്റാൻഡ് ടുഗദർ ആൻഡ് അഡ്രസ് ഇഫക്റ്റീവ്ലി. ഇതാണ് രണ്ടാമത് എനിക്ക് പറയുവാൻ. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ പ്രസംഗം വൈൻഡപ്പ് ചെയ്യുകയാണ്. ടുഡേ അവർ ലോർഡ് ഈസ് ഗിവിങ് എ ഗിഫ്റ്റ് ടു യു. എന്തോ ഗിഫ്റ്റാണ്? ഈ പെൺകുട്ടിയെ അവളുടെ പോസിറ്റീവും എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ഈവൻ ഇഫ് അവിടെ പോസിറ്റീവും എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ, ഈവൻ ഇഫ് റിസീവ് ഫ്രം ജീസസ് ക്രൈസ്റ്റ് ആസ് എ ഗിഫ്റ്റ്, ഒരു സമ്മാനമായി യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ പെൺകുട്ടിയെ മോൻ സ്വീകരിക്കുക കേട്ടോ. നിനക്കും സമ്മാനം തരിക നോക്കും. ഈ പുരുഷനെ അവൻ്റെ പോസിറ്റീവും, നല്ല വചനാന്നല്ല, അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ വന്നത്. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് ദൈവകരങ്ങളിൽ നിന്ന് സമ്മാനമായി സ്വീകരിക്കുക കേട്ടോ. എന്തിനാ സമ്മാനം തരുന്നത്? വാട്ട് ഫോർ ദ ഗിഫ്റ്റ്? ഫോർ 3 things. ഞാൻ പറയുന്നത് റൈറ്റ് ഇൻ യുവർ ഹാർട്ട്. നമ്പർ 1, ഫോർ ദ പ്രോസ്പെരിറ്റി ഇൻ യുവർ സെക്കുലർ വേൾഡ്ലി ലൈഫ്. രണ്ടുപേരും ഒന്നിച്ചു നിന്നാൽ ഉയർച്ച ഉണ്ടാകും. അടിച്ചാൽ അടിക്കടി താഴോട്ട്. സെക്കൻഡ്ലി, ഫോർ ദ പ്രോസ്പെരിറ്റി ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. രണ്ടുപേരും അടി വെച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥിക്കാനൊക്കെ ഒക്കത്തില്ല. Thirdly, to share life long until the death. ജീവിതാന്ത്യം വരെ പങ്കിടുവാൻ വേണ്ടി, to share and love. പ്രിയപ്പെട്ട മക്കളെ, ജീവിതാവസാനം വരെ ഏത് ജീവിത സാഹചര്യങ്ങളിലും ഒരുമിച്ച് സ്നേഹത്തോടെ കരുതലോടെ നിൽപ്പാൻ നിങ്ങൾക്കിടയാവട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ ചേർന്ന് പറയുകയാണ്. So today the percent of divorce is multiplying like anything. There may be so many reasons behind it. ഞാനതെല്ലാം ഇവിടെ പറയുന്നില്ല, ഒരുപാട് കാരണങ്ങളുണ്ടാകും. പക്ഷേ one thing I can propose you, മനുഷ്യനാണ്, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഷോർട്ട് കൊച്ചു പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറലായിട്ടുണ്ടാകും. ബട്ട് don't give that outside. You sit together, discuss and settle among yourself. കേട്ടോ, അത് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യും. അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകും. ഐ അഷ്വർ യു. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായി നല്ല കുടുംബമായി ജീവിക്കണം. ഇന്ന് മുതൽ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. ഇന്ന് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ച് നല്ല കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിരിക്കും കേട്ടോ. ഡോണ്ട് ബോദർ അബൌട്ട് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ. എത്ര പിള്ളേരുണ്ടെങ്കിലും ദൈവം തരുന്ന പിള്ളേരെ സന്തോഷത്തോടെ സ്വീകരിച്ചോണം കേട്ടോ. അപ്പോൾ ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ, സോ ദാറ്റ് അസൈൻമെന്റ് ടുഡേ യു ആർ റിസീവിങ് ഫ്രം ഗോഡ്. ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങളെ ജന്മം കൊടുക്കുക. ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് രാജ്യത്തിനും സഭയ്ക്കും സമൂഹത്തിനും നിങ്ങളുടെ കുടുംബത്തിനും കൊള്ളാവുന്ന നല്ല കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരിക. സോ ടുഡേ യു ആർ റിസീവിങ് ദാറ്റ് അസൈൻമെന്റ്. മേ ഗോഡ് ബ്ലെസ് യു. ഐ വിൽ പ്രേ ഫോർ യു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ഇവിടെ വന്നിരിക്കുന്ന ആളുകളോട് ഒരു വാക്ക് പറയുകയാണ്. സാധാരണ നമ്മുടെ നസ്രാണി ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന് മിന്ന് കെട്ടി കഴിയെടുക്കി ഒരു ശാട്ടം എന്തൊരു വൃത്തികേടെന്ന് പറയും. ഇറ്റ് ലുക്സ് സോ ഓക്വേർഡ്. ഇവിടെ വന്നിരിക്കുന്നവരാരും മിന്ന് കെട്ടി കഴിഞ്ഞെടുത്ത് ചാടിയേക്കരുത്. അവസാനം കല്യാണം തീർന്ന് until I give the final benediction, stand here, pray for this couple. Actively involved. ഈ ശുശ്രൂഷയിൽ നിങ്ങളും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യണം. നിങ്ങൾ കേവല കാഴ്ചക്കാരല്ല.
ഇവിടെ കൊയറുകാർ പാട്ട് പാടുമ്പോൾ അവരോട് ചേർന്ന് പാടുകയും ആമീൻ പറയുകയും ഒക്കെ ചെയ്യുക. കാരണം ഭക്തിയായി സംബന്ധിക്കുന്ന നിങ്ങൾക്കും അനുഗ്രഹം കിട്ടും. ഇവർക്ക് മാത്രമല്ല, ഈ പ്രാർത്ഥനയെ പറയുന്നുണ്ട്, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർക്കും അനുഗ്രഹം കിട്ടും കേട്ടോ. അതുകൊണ്ട് അവസാനം വരെ ഭംഗിയായി ഭക്തിയായി ദൈവത്തോട് ചേർന്ന് ഈ ഞങ്ങളുടെ കൂടെ ചേർന്ന് അതുകൊണ്ട് വേറെ പോയി കണ്ടു കേട്ടോ. ആ അങ്ങോട്ട് പോവാ, അങ്ങനെ പോയി
എല്ലാവരും നിന്നോളി. ഫോട്ടോ എടുക്കുമ്പോൾ പറയാം. നമ്മുടെ ഇത് കൂടെ ഒന്ന് ആരെങ്കിലും ഒന്ന് പിടിക്കാം. വീഡിയോ റെക്കോർഡിക്കാം. നിങ്ങളുടെ ഫോട്ടോ എടുത്തോ. അതെടുക്കുന്നുണ്ടോ? ഇതിൻ്റെ കൂടെ ഒന്ന് പിടിക്കാം. മോനെ ഇതോടൊന്ന് പിടിച്ചോ മോനെ. മോനെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണം. പോസ് ചെയ്താൽ എന്നിട്ട് അതിനകത്ത് തന്നെ പോസ് ചെയ്തേ. അവരുടെ പോവേ.